ഇതിനെപ്പറ്റി തന്നെയാണ് പറയാൻ ബാക്കിയുള്ളത്. അസറ്റോസ്റ്റിക് എസ്റ്ററിന്റെ സിന്തറ്റിക് യൂസസ് നമ്മൾ പറയുന്നത്. 2-3 എക്സാമ്പിൾസ് മൂന്നല്ല കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ട്. ഹൗ യു പ്രിപ്പയർ മോണോകാർബോസിലിക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോകാർബോസിലിക് ആസിഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീറ്റോൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈകാർബോസിലിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഡൈ കീറ്റോൺസ് വരെ തന്നെ കണ്ടു അല്ലേ. ഇനി ചില പ്രത്യേക കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു പ്രിപ്പയർ this compound, നമ്മൾ ഇന്നലെ കണ്ടത് 1,3 ഡൈകീറ്റോൺ ആയിരുന്നു. 1,3 അല്ലേ, 1 2 3 1 4 ഡൈകീറ്റോൺ ആണിത്. ഇതിന്റെ പേര് എന്താണ്? 1 2 കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. 1 2 3 4 5 6. ഇറ്റ് ഈസ് S2 5 ഡയോൺ ആരെ ഹെക്സേൻ. 2,5 ഡയോൺ. ഇതാണ് ഹെക്സൈൻ 2,5 ഡയോൺ ആണ്. ഇതിന് വേറൊരു പേരുണ്ട്. ഇതിന്റെ പേര് അസെറ്റോണിൽ. അസെറ്റോൺ, ഈ ഭാഗം അസെറ്റോൺ ആണ്, ആ ഭാഗം മനസ്സിലായത്. അസെറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? CH3 CO CH3. അപ്പൊ ഈ ഭാഗം ഒരേപോലെ ആയതുകൊണ്ട് അതിന്റെ പേര് അസെറ്റോണിൽ അസെറ്റോൺ എന്നാണ്. ഈ കോമ്പൗണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എവിടെ നിന്നുണ്ടാക്കാം? നമ്മൾ അസെറ്റോസ്റ്റിക് എസ്റ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കാം. അതാണ് ചെയ്യേണ്ടത്. we take the sodium salt of acetoacetic ester and make it react with നമ്മൾ ഇന്നലെ കണ്ട പോലെ അയോഡിൻ. അയോഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ഇന്നലെ കണ്ട അയോഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 ഇങ്ങനത്തെ ഫ്രാഗ്മെന്റ്സ് യോജിക്കും. ഇത് നമ്മൾ എഴുതുന്നതാണ് CH3 CO CH COID. H പോയി H പോയിട്ടാണ് സോഡിയം നമ്മൾ കാണുന്ന നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് സോഡിയം പുറത്തും ഉണ്ടാവും. അതവിടെ നോട്ടെ. ഇതേപോലത്തെ ഒരു പീസും കൂടി CH3 CO CH COOED. So when you make react this compound with iodine, 2 such molecules react with iodine with the elimination of a 2 molecules of a sodium iodide and these 2 fragments join together. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇന്നലെ കണ്ട ഇതേപോലത്തെ എക്സാമ്പിൾ ഡൈകാർബോസിലിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആസിഡ് ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സബ്സെനിക് ആസിഡ്. ആസിഡ് ഹൈഡ്രോളിസിന് പകരം ഇഫ് യു കണ്ടക്ട് കീറ്റോണിക് ഹൈഡ്രോളിസിസ് ഓഫ് ഈ കോമ്പൗണ്ട് എങ്ങനെ കിട്ടുന്നത്? ഇപ്പോൾ നോക്കി മനസ്സിലാവും. നമുക്ക് 2 അസറ്റിൽ എസ്റ്ററിന്റെ കഷ്ണങ്ങൾ തമ്മിൽ ചേർന്നിരിക്കുകയാണ് നമ്മുടെ ആക്റ്റീവ് കാർബണിലേക്ക് കൂടി. എങ്ങനെ? ബൈ ദി ആക്ഷൻ ഓഫ് the sodium salt of the acetoacetic ester with iodine. അയഡിൻ ചേർത്താൽ മതി. അയഡിൻ ചേർക്കുമ്പോൾ 2 കൂടി ജോയിൻ ചെയ്ത് സോഡിയം അയഡൈഡ് പുറത്തേക്ക് പോകും. ഈ 2 കഷ്ണങ്ങളും ജോയിന്റ് ആവും. അതിനുശേഷം ഈ കോമ്പൗണ്ട് എടുത്ത് നമുക്ക് നമ്മൾ ഇന്നലെ കണ്ടതാണ് എന്ത്? ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതാ COOH CH2 CH2 COH എന്നുള്ള സബ്സീനിക് ആസിഡ് കിട്ടും. നമ്മൾ അതിനുപകരം കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തുന്നത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എന്താ HOH. 2 molecules of ethanol is eliminated, 2 molecules of carbon dioxide are eliminated, and we get CH3 CO CH2 CH2 CO CH3. CH3 CO CH2 CH2 CO CH3 CH3 CO CH2 CH2 CO ഈ കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഏതെങ്കിലും ആവശ്യമില്ല. CH3 CO CH2 CH2 CO CH3 എന്നുള്ള ഡൈ കീറ്റോൺ കിട്ടും. അതായത് ഹെക്സൈൻ 2,5 ഡയോൺ അല്ലെങ്കിൽ എന്താണ് അസെറ്റോണിൽ അസെറ്റോൺ ക്യാൻ ബി ഒബ്റ്റൈൻഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ്. നമുക്ക് തൽക്കാലം നമുക്ക് അറിയില്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് സിന്തറ്റിക്കലി അസെറ്റോണിൽ അസെറ്റോൺ ഓർ ഹെക്സൈൻ 2,5 dione can be obtained from acetoacetic ester by as action of iodine on the sodium salt of acetoacetic ester followed by 2 step ketonic hydrolysis. First the sodium salt of acetoacetic ester is prepared. It is made to react with sodium iodine and subjected to ketonic hydrolysis. The sodium salt of acetoacetic ester is made to react with iodine. റിയാക്ഷൻ നടക്കാൻ ശ്രദ്ധിക്കുക. അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ 2 സോഡിയം അയോഡൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഈ 2 കഷ്ണങ്ങളെ ജോയിന്റ് ആവും ത്രൂ ദി ആക്റ്റീവ് കാർബൺ. നമ്മൾ 2 എടുക്കണം, ഞാൻ 2 എടുക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയാൻ പാടില്ല. 2 മോളിക്യൂൾ എടുത്തിട്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെയല്ല. വാട്ട് വി ഡു, we take sodium salt of acetoacetic ester and make it react with iodine. You will get a
a compound like this which is subjected to ketonic hydrolysis, the product will be acetone and acetone or hexane-2,5-diol. Okay. വേറെ ആസിഡാണ്, ഇത് പ്രധാനപ്പെട്ട ആസിഡാണ്. ഇറ്റ്സ് കോൾഡ് ഇതിൻ്റെ പേരെന്താണ്? ആൽഫ ബീറ്റ ഗാമ കീറ്റോ ആണ്. ഗാമ കീറ്റോ പെൻറ്റനോയിക് ആസിഡ് ഓർ 4-keto or 4-oxo പെൻറ്റനോയിക് ആസിഡ്. 4-oxo പെൻറ്റനോയിക് ആസിഡ്. 1 2 3 4 നാലാമത്തെ കാർബണിലെ ഒരു ഓക്സിജൻ ഇസ് കോൾഡ് 4-oxo പെൻറ്റനോയിക് ആസിഡ് ഓർ ഗാമ കീറ്റോ പെൻറ്റനോയിക് ആസിഡ് എന്ന് പറയും. ഗാമ പെർസെന്റ് കീറ്റോ ഒന്ന് ആൽഫ ബീറ്റ ഗാമ. ഗാമ കീറ്റോ എന്ന് പറയുക IUPAC നെയിം അനുസരിച്ച് ഇറ്റ് ഈസ് 4-oxo പെൻറ്റനോയിക് ആസിഡ്. 4-oxo പെൻറ്റനോയിക് ആസിഡ്. ഈ ആസിഡ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം. എല്ലാത്തിൻ്റെയും നമ്മുടെ തുടക്കം എന്താണ്? സോഡിയം സോൾട്ട് ഫസ്റ്റ് ഓസ്റ്റിക് ആസിഡ് ആണ്. നമ്മൾ ഇന്നലെ അതുപോലത്തെ റിയാക്ഷൻ കണ്ടിട്ടുണ്ട്. വി മേക്ക് ഇറ്റ് റിയാക്ട് വിത്ത് ഇവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. സോഡിയം നമ്മൾ സോഡിയം പുറത്ത് ചെയ്തതിൽ ഒഴികെ യാതൊരു കുഴപ്പമില്ല. ആൻഡ് ClCH2COOH. So the sodium salt of acetoacetic ester is made to react with chloroacetic ester. നമ്മൾ കണ്ടത് ഇതേപോലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലോറോഅസെറ്റ് ഓർ ഈതൈൽ ക്ലോറോഅസെറ്റേറ്റ്. പാട്ടെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇത് ജോയിൻ ഉണ്ടാവും, ഇത് ഇവിടെ ജോയിൻ ഉണ്ടാവും. അപ്പോൾ എന്താ കിട്ടുക? CH3COCHCOOH ഇങ്ങോട്ട് CH2COOH. ഇത് സോഡിയം ക്ലോറൈഡ് പോയിട്ട് ഇത് രണ്ടും ജോയിൻ ഉണ്ടാവും. അത് എപ്പോഴും അങ്ങനെ സംഭവിക്കും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ആസിഡാണ്. സോ ഈ സബ്ജക്റ്റ് ടു ആസിഡ് ഹൈഡ്രോളിസിസ്. ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എന്തുണ്ടാവും? ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഇതാ ഇവിടെയും എന്താണ് വേണ്ടത്? ഗാമ കീറ്റോ വാലറിക് ആസിഡ്. കൺഫ്യൂഷൻ ഉണ്ട്. COCH3 ആസിഡ് കൂടി കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട് കിട്ടുക. സബ്ജക്റ്റ് ടു കീറ്റോണിക് ഹൈഡ്രോളിസിസ്. കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴേ ഈ ഭാഗത്തൊന്നും സംഭവിക്കില്ല. ഇവിടെ സംഭവിക്കൂ. ഇവിടെ HOH. അപ്പോൾ ഇവിടെയും സ്വാഭാവികം സംഭവിക്കും. HOH. So this is subjected to acid hydrolysis. നമുക്ക് ഡൈകാർബോസിലിക് ഡൈകാർബോസിലിക് ആസിഡ് കിട്ടും. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അവിടെ സബ്സിനിക് ആസിഡ് ഇട്ടാ COH CH2 CH2 COH എല്ലാം കിട്ടുക. അതിന് പകരം നമ്മൾ ഇഫ് ഇറ്റ് സബ്ജക്റ്റഡ് ടു കീറ്റോണിക് ഹൈഡ്രോളിസിസ് ഹീറ്റിംഗ് വിത്ത് ഡൈല്യൂട്ട് aqueous or ethanolic KOH. You can see that here ketonic hydrolysis will take place and here ordinary ester hydrolysis will take. ഇതൊരു ketonic hydrolysis ആണ് അസ്റ്റോസിസ് നടക്കുന്നത്. ഇത് സാധാരണ എസ്റ്ററിലുള്ള ഹൈഡ്രോളിസിസ് ആണ്. എന്നിട്ട് നമുക്ക് CH3CO CH2 CH2 COH CH3CO CH2 CH2 COH ketonic hydrolysis. CH3CO CH2 CH2 ഈ ആസിഡ് നമുക്ക് കിട്ടും by the ketonic hydrolysis of this compound. നമ്മൾ പറഞ്ഞ കീറ്റോണിക് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റോസ്റ്റിക് എസ്റ്റർ മാത്രം പ്രത്യേക ഹൈഡ്രോളിസിസ് ആണ്. ശ്രദ്ധിക്കുക. അത് ഈ ഭാഗത്ത് സാധാരണ എസ്റ്റർ ആണ്. മനസ്സിലായില്ലേ? ഈ എസ്റ്ററിന് എന്ത് ഹൈഡ്രോളിസിസ് ആണ് സംഭവിക്കുന്നത്? ആസിഡ് ആയാലും കീറ്റോണിക് ആയാലും സംഭവിക്കുന്നത് എന്താണ്? എസ്റ്റർ അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് ഫോമിംഗ് ദ ആസിഡ് ആൻഡ് ആൽക്കഹോൾ. അവിടെ യാതൊരു വ്യത്യാസമില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും വന്നെന്ന് ചിന്തിക്കരുത്. ഇത് സാധാരണ എസ്റ്റർ ഗ്രൂപ്പാണ്. ഇതൊരു പ്രത്യേക എസ്റ്റർ ഗ്രൂപ്പാണ്. മനസ്സിലായില്ലേ? ഈ ടൈപ്പ് എസ്റ്റർ ഇതൊരു ആക്റ്റീവ് മെഥലിക് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഇവിടെ കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടക്കുന്നത്. നമ്മുടെ കീറ്റോണിക് ഹൈഡ്രോളിസിസ് ആയാലും ആസിഡ് ഹൈഡ്രോളിസിസ് ആയാലും ഈ ഭാഗത്ത് നടക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. ഈ ഭാഗത്ത് മാത്രം വ്യത്യാസം. ഈ ഭാഗത്ത് ആസിഡ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ തന്നെ ഇവിടെ മുറിയും അസറ്റിക് ആസിഡ് ടൈപ്പും ഇവിടെ മുറിഞ്ഞിട്ട് ഈ COH CH2 CH2 എന്നുള്ള സബ്സിനിക് ആസിഡ് നമുക്ക് കിട്ടും. കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ യാതൊരു മാറ്റമില്ല. ഈ ഭാഗത്ത് മാറ്റമുണ്ട്. ഇവിടെ നമുക്ക് കീറ്റോ ഗ്രൂപ്പാണ് തന്നെ വരും. CH3CO CH2 CH2 COH എന്നുള്ള ഗാമ കീറ്റോ പെൻറ്റനോയിക് ആസിഡ് നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായല്ലോ?
ഗാമ കീറ്റോ ആസിഡ്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. കാരണം ഇവിടെയുള്ള ഈ H2 ഒരു H നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ആൽക്കൈൽ ഗ്രൂപ്പ് രണ്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റിയാക്ഷൻ നടക്കൂല. മനസ്സിലായില്ലേ? നമുക്ക് വേണ്ട റിയാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു H ഇവിടെ ബാക്കിയുണ്ട്. ഒരു റിയാക്ഷൻ എന്താണ്, സോഡിയം സോൾട്ട് ആക്കി മാറ്റി അതിനെ ക്ലോറോ അസറ്റിക് എസ്റ്റർ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു H ഉപയോഗമുണ്ട്. മറ്റേ H നമുക്ക് മാറ്റിയിട്ട് എന്താക്കാം, ആൽക്കൈൽ ഗ്രൂപ്പ് ആക്കിയിട്ട് വേറെ പല ഗാമ കീറ്റോ ആസിഡ്സ് നമുക്ക് ഇതേ കോമ്പൗണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് വരച്ച് കാണിക്കാൻ സമയമില്ല, അതുകൊണ്ട് തീർക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു കോമ്പൗണ്ട്, പ്രധാനപ്പെട്ട ക്ലാസ് ഓഫ് കോമ്പൗണ്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പേര് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്സ്. നമ്മൾ കാർബോക്സിലിക് ആസിഡ് പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് കാർബോക്സിലിക് ആസിഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് വിത്ത് ദ ഫോർമുല alpha beta, meaning the carboxylic acid is attached to S, a double bonded carbon atom. അല്ലേ? This is sp2 carbon atom. പിന്നെ പ്രോപ്പർട്ടിയിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അതിന് പല ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ടൈപ്പ് ആസിഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും, കുഴപ്പമില്ല. ഇങ്ങനത്തെ ആസിഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ സാധനം തന്നെ ഉപയോഗിക്കാം. ആര്? അസറ്റോഅസറ്റിക് എസ്റ്റർ CH3 CO ഇതല്ല. ഇതിന്റെ പോകുമ്പോൾ നമ്മള് റിയാക്ഷൻ എഴുതുമ്പോൾ അതിന് കണക്കാക്കി മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതണം, എന്നാലേ ശരിയാവും. CH3 CO CH2 COOET. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന അസറ്റോഅസറ്റിക് എസ്റ്റർ തന്നെയാണ്, പക്ഷെ കുറച്ച് വളച്ച് എഴുതിയുള്ളൂ. നമ്മുടെ റിയാക്ഷനുള്ള സൗകര്യം, റിയാക്ഷൻ നടന്നോളൂ, നമുക്ക് എഴുതി കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ടു റിയാക്ട് വിത്ത് കിട്ടാതെ അങ്ങനെയല്ല എഴുതി കാണിക്കുന്നത്, അതാണ് കുഴപ്പം. എഴുതേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. CH2 നമ്മൾ ആക്റ്റീവ് കാർബൺ ഇങ്ങോട്ട് കാണിക്കാം. ഓക്കെ, CH3 CO CH2 COOET is made to react with a compound in aldehyde in pyridine medium aldehyde എന്താണ് acetoacetic react ചെയ്യുമ്പോൾ you can see that the active hydrogen combined with oxygen forming water and we get a product with the formula RCH. ഇവിടെ തന്നെ ഉണ്ട്. ഡബിൾ ബോണ്ട് അങ്ങോട്ട് പോകും, ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് പോകും. കാരണം ഇവിടെ നമ്മുടെ വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്ത് പോയി. മനസ്സിലാക്കുക, വാട്ടർ is eliminated and the double bond now joins with a carbon RCH COCH3 and on this part COOET. Now this is subjected to acid hydrolysis. Acid hydrolysis നടത്തി കഴിഞ്ഞാൽ എന്താവും? You can see that yes, ഇവിടെ പറഞ്ഞു. പിന്നെയോ ഇവിടെ പറഞ്ഞു ആസിഡ് ഹൈഡ്രോളിസിസ് ആണ്. ക്ലിയർ? CH3 CO എന്ന് പറഞ്ഞ ഭാഗത്ത് പറയും, പിന്നെ COET എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്ത് പറയും. നമ്മൾ കണ്ടിട്ടുണ്ട് ആസിഡ് ഹൈഡ്രോളിസിസിൽ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് എഥനോളിക് അയോൺസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? acetoacetic ester is made to react with the required നമ്മുടെ ചോയ്സ് ആണ് R. മനസ്സിലായില്ലേ? R നമുക്ക് മാറ്റി എടുക്കാം. അലിഫാറ്റിക്കോ അരോമാറ്റിക്കോ അറൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് അലൈൽ ഗ്രൂപ്പ് ഒന്നും പ്രശ്നമില്ല. ഇനി ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് acetoacetic ester in pyridine medium, pyridine ശ്രദ്ധിക്കുക, and we get this compound which is subjected to acid hydrolysis and we get RCH COOH RCH ഇതാ പറഞ്ഞ ആസിഡ് നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് കിട്ടുന്നത്. RCH CH പിന്നെന്താണ് COOH. that is the alpha beta unsaturated acid. അത് നമുക്ക് ഈ മെത്തേഡിൽ കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിരിക്കുന്നത് ഇനിയുണ്ട്, ഒരുപാട് പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. large variety of compounds can be prepared from acetoacetic ester and the possibility lies mainly on the reactivity of the methylene group.
or active methylene group. The active hydrogens can be easily substituted and we can make a lot of manipulations on this active carbon. അത് വെച്ചിട്ടാണ് നമ്മൾ പല മെത്തേഡും ഡെവലപ്പ് ചെയ്തത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റനിൽ ചെറിയൊരു ഭാഗം കൂടി ബാക്കി കേട്ടോ. നമ്മൾ നേരത്തെ കേട്ടൊരു കാര്യമാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ ടോട്ടോമറിസം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ടോട്ടോമറിസം. ടോട്ടോമറിസം നേരത്തെ ഐസോമർസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ ടോട്ടോമർസ് എന്ന് പറഞ്ഞാല്? Tautomerism, we can say, is a special case of a structural isomerism in which two different forms are in dynamic equilibrium. Dynamic equilibrium can easily be interconverted. Dynamic equilibrium ത്തിൽ നിൽക്കുന്ന രണ്ട് ഫോംസ് ഉണ്ടായിരിക്കാം ഒരു കോമ്പൗണ്ട്, and they are actually structural isomers, but they are mutually interconvertible. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാ, നമ്മൾ വളരെ പരിചയമുള്ള കോമ്പൗണ്ടാണ് അസെറ്റോൺ, CH3 അല്ലെങ്കിൽ പ്രൊപ്പനോൺ. ദിസ് കോമ്പൗണ്ട് ക്യാൻ ഓൾസോ എക്സിസ്റ്റ് ആസ് CH2 ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് OH CH3. ഇവിടെ നോക്കിയ കാര്യം മനസ്സിലാവുന്നത് CH3 H ഇങ്ങോട്ട് വന്ന CH3 ആയി, COCH3 ആറ്റങ്ങൾ തമ്മിൽ വ്യത്യാസം. എന്താ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരാറ്റത്തിന്റെ സ്ഥാനം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആരുടെ? ഹൈഡ്രജൻ. You can see that one of the hydrogens ഇവിടുന്ന് അവിടെ നേടുന്നതിന് കുഴപ്പമില്ല, goes with a oxygen, and at the same time what happens, a pair of electrons shift from this position to this position. അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധിക്കുക. CH2 COH. ഞാനിത് എഴുതി കാണിച്ചിരിക്കുന്നത് എച്ചിനെ വേറെ കാണിച്ചതിന് അർത്ഥം വേറെ ഒന്നുമില്ല, ഇത് CH3 തന്നെയാണ്. You can see that what happens actually is എന്തുണ്ടാവുന്നത്, ഇതിപ്പോൾ CH3 COCH3 ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത് മെല്ലെ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇത് ഇങ്ങോട്ട് വരും. അപ്പം എന്തായി? CH2 ഇവിടെ എന്തായി? ഡബിൾ ബോണ്ടായി. C ഇവിടെ എന്തായി? സിംഗിൾ ബോണ്ടായി. OH ഇവിടെ പുതിയ ബോണ്ട് വന്ന് CH3. അതാണ് ഇത്. മനസ്സിലായില്ല? CH3 എന്തായി? CH2 ആയി. O എന്തായി? OH ആയി. ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം കാർബൺ നമ്മൾ മാറാൻ പാടില്ല, ഓക്സിജന്റെ ഇരുന്ന് മാറി മറ്റേ കാർബണിന്റെ അടുത്തായി. കാർബൺ നമ്മൾ തന്നെ ഇപ്പൊ ഡബിൾ ബോണ്ട് കാർബൺ ആണ്, ഈ ഡബിൾ ബോണ്ട് sp2 കാർബൺ തന്നെയാണ്. പക്ഷേ എന്താണ്? ഇവിടെ ഇങ്ങോട്ടേക്ക് മാറി. And you can see that this is the ketone. ഇത് ketone എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതിന് വിളിക്കാൻ പറ്റിയ പേരെന്താണ്? You can see that this is an alcohol, OH group ഉണ്ട്, and also an alcohol in which the OH group is attached to a double bonded carbon. It is called ഇവിടെ പേര് എന്ത് കേട്ടിട്ടുണ്ട്? ol. എന്ന് പറഞ്ഞാൽ ഏതാ? ഒളിഫീൻ ആണ്. ഓൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്. This is the keto form and this is the നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, you have already studied it, keto form and the enol form. And we can see these two forms mutually coexist. അതായത് അസെറ്റോൺ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഭാഗം ഈ രൂപത്തിലും വളരെ ചെറുതാണ്. അസെറ്റോൺ സൈസ് വളരെ കുറവാണ്, 10 ppm അങ്ങനെ ഉള്ളൂ. എന്നാലും രണ്ട് രൂപത്തിൽ നിൽക്കാം. മനസ്സിലായില്ലേ? ആൻഡ് ദേ ആർ മ്യൂച്വലി ഇന്റർകൺവെർട്ടിബിൾ. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ഇക്വിലിബ്രിയം മീൻസ് ഇഫ് യു സംഹൗ എക്സ്ട്രാക്ട് ദിസ്, ഇത് മാത്രം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് കുറച്ച് കൊണ്ട് ചെയ്താൽ ഇതിന് ഏകദേശം പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് 99.999%, ഇത് 0.001% വെക്കുക ആണെങ്കിൽ നമ്മൾ ഈ 0.001% എങ്ങനെയെങ്കിലും നീക്കുക. എന്തെങ്കിലും റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ബ്രോമിൻ ഡബിൾ ബോണ്ടിൽ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അഡീഷൻ കോമ്പൗണ്ട്സ് വേണ്ട ഒളിഫീൻസ്. അപ്പൊ എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ട് മാറിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ട് കുറച്ചുകൂടി ആ രൂപത്തിലേക്ക് കുറച്ച് മോളിക്യൂൾസ് ഇതിലേക്ക് മാറും. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്താലോ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറും. അതാ പറഞ്ഞത് മ്യൂച്വലി ഇന്റർ കൺവെർട്ടിബിൾ, സോ ദാറ്റ് ദേ ഓൾവേസ് ഹാവ് ആൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദ ടു സ്പീഷീസ്. എപ്പോഴും ഒരു ഇക്വിലിബ്രിയം 90% 10% ആണ്. എപ്പോഴും എത്ര എടുത്താലും 90, ഈ 10 നമ്മൾ എടുത്തുകൊണ്ട് ബാക്കിയുള്ള 90-ൽ നിന്ന് എന്താവും? അത് വീണ്ടും 90-10% മാറും. എന്ന് പറഞ്ഞാൽ 81-9 മാറും എന്നർത്ഥം. മനസ്സിലായില്ലേ? മനസ്സിലുണ്ടാകുന്നത് 50-50 ആണ് ചേർത്തത്. എന്നാൽ എളുപ്പമാണ്. 50-50 രണ്ട് 50-50 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയാണ് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് A എന്ന് പറഞ്ഞ ഫോം 50% ഉണ്ട്, B 50 ഉണ്ട്.
നമ്മൾ ഈ 50B കംപ്ലീറ്റ് എടുത്തോണ്ട് പോവുക എങ്ങനെയെങ്കിലും സംഭവം എന്നാൽ റിയേഷൻ നടത്തി കഴിഞ്ഞാൽ സിസ്റ്റത്തിനെ മാറ്റി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 50 എന്താവും 25-25 വീണ്ടും മാറിയിട്ടുണ്ടാവും. ഓട്ടോ എടുക്കുന്നതിനനുസരിച്ച് 50 എപ്പോഴും 50-50 മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. എപ്പോഴും ഈ പെർസെന്റേജ് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും പർട്ടിക്കുലർ കണ്ടീഷൻ ഓഫ് കോഴ്സ് ആ ടെമ്പറേച്ചറും അല്ലെങ്കിൽ എന്താണ് സോൾവെന്റും ഒക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. സോൾവെന്റ് പ്രത്യേകിച്ച് സോൾവെന്റ് ഒരുപാട് മാറ്റങ്ങൾ വരാം. ഏത് സോൾവെന്റ് ലയിപ്പിച്ചാൽ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആക്കുള്ള ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. The two forms are mutually interconverted and this type of reaction is known as phenomenon is known as a keto-enol tautomerism. Keto-enol പല രൂപത്തിലുള്ള ടോട്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വേറൊരു ടോട്ടോമറിസം എക്സാമ്പിൾ ആണ് This is an oxime. Oxime. ഒരു കീറ്റോണും ഹൈഡ്രോക്സിലും ചേർന്ന ഓക്സിയുമാണ്. ഇതിന് വേറൊരു ഫോം ഉണ്ട്. You can see that ടോട്ടോമറിസം is usually ഇങ്ങനെയാണ് വരുന്നത്. ടോട്ടോമറിസം രണ്ട് ഫോമുകൾ തമ്മിൽ നമ്മുടെ റെസൊണൻസ് വർക്കം പോലെ തന്നെ we can see that this into R dash CHN double bond O. This is called a oxime form. This is called the nitrosome. ഇത് രണ്ടും നമ്മൾ എന്താണ് ടോട്ടോമറിസത്തിന് ഇതാ. These are tautomeric forms of a oxime. Oxime is the stable form. Not commonly കുറച്ച് ഫോം രൂപത്തിലുണ്ടാവും. അതായത് നമ്മുടെ കീറ്റോ ഇനോൾ ഫോം തന്നെ. This is another example for tautomers. It is called a oxime nitrosome. This is nitrosome. Oxime nitrosome isomerism. Sorry, tautomerism. Tautomerism. മനസ്സിലാണോ പറഞ്ഞത്? വേറെ ഉണ്ട് നൈട്രോ അസിനൈട്രോ ടോട്ടോമറിസം ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും വേണ്ട. നമ്മൾ തൽക്കാലം എന്താ ടോട്ടോമറിസം മനസ്സിലാക്കാം. ടോട്ടോമറിസം is a special case of a structural isomerism in which the two forms രണ്ട് ഫോം കൂടുതൽ ഉണ്ടാവില്ല are in dynamic equilibrium and these two forms differ in the position of a one hydrogen. എപ്പോഴും ഈ ഹൈഡ്രജൻ ആണ് പോകുന്നത് കേട്ടോ. OH എന്നുള്ള എന്തായി ഈ എച്ചിലേക്ക് പോയി ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് നേരത്തെ പോലെയാണ്. ശരിക്കും മനസ്സിലാവും. See ശ്രദ്ധിച്ചു നോക്കേ, ഞാൻ പറഞ്ഞുതരാം. ഇത് OH ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? യെസ്, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തായി? CH ആയി ഇതാ N ഡബിൾ ബോണ്ട് ആയി. മനസ്സിലാകുന്നുണ്ടോ? ഈ OH ഇല്ലേ, ആ OH ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ CNOH എന്നുള്ളത് എന്തായി? CHNO എന്നായി. മാറ്റാതാണ് ആ പ്രോട്ടോണോ സഞ്ചരിക്കുന്നത് മാത്രം. പിന്നെന്താണ്? ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന്റെ രണ്ട് ഇലക്ട്രോൺ പേർ സഞ്ചരിക്കുന്നു. ഒരു ഇലക്ട്രോൺ പേർ ഏതാണ്? ഓയ്ക്ക് വെച്ചിനടുക്കുള്ള ഇലക്ട്രോൺ പേർ സിക്ക് വെച്ചിനടക്കേക്ക് പോയി. സിക്ക് വെച്ചിനടുക്കുള്ള ഇലക്ട്രോൺ പേർ എന്നിനും ഓയ്ക്ക് ഇടക്കേക്ക് പോയി. ഇലക്ട്രോൺസ് നമുക്കറിയാം, സാധാരണ റെസൊണൻസിൽ ഇലക്ട്രോൺസ് മാത്രമേ പൊസിഷനിൽ മാറ്റം ഉണ്ടാവൂ. ആറ്റംസിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ഒരാറ്റത്തിന് മാറ്റമുണ്ട്. ആരാറ്റത്തിനാണ്? അതെപ്പോഴും ഒരു ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റം. സോ ഇറ്റ് ഈസ് ടോട്ടോമറിസം ഈസ് ഓൾസോ കോൾഡ് ഈ വാക്കും കൂടി എന്താണ്? പ്രോട്ടോട്രോപ്പി എന്നുള്ള വാക്കും കൂടി ഉപയോഗിക്കും. എങ്ങനെ? ഐസോമറിസം എന്നല്ല, ടോട്ടോമറിസത്തിന്. നമ്മളിപ്പോ തൽക്കാലം മനസ്സിലാക്കേണ്ടത് ഇതിനെ പറ്റിയാണ്. അസെറ്റോസ്റ്റിക് എസ്റ്ററിലും ഈ പറഞ്ഞ ഫിനോമിനൻ ഉണ്ട്. ഏത്? ടോട്ടോമറിസം. അതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞ 2-3 ക്ലാസ് എടുക്കാൻ അത് മാത്രമുണ്ട്. അതിന് മാത്രമുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് CH3 you can see that this molecule CH2 CH3 C OH CH CO. You see that just one of these acidic hydrogens goes with oxygen. ഒരു ഹൈഡ്രോക്സിജനിലേക്ക് പോയി ഡബിൾ ബോണ്ട് ഇതാ നേരെ ഇവിടെയുള്ള ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ H അങ്ങോട്ട് പോയി HOയിലേക്ക് പോയി ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വന്നു. വി ഗെറ്റ് ദി അതർ വേ. ഇത് വളരെ എളുപ്പമാണ് ആലോചിച്ചാൽ. മനസ്സിലായില്ലേ? So this is the keto form and this is the enol form. You can say that the OH group is attached to the double bonded carbon or olefinic carbon or sp2 carbon. It's a enol. This is the keto form. This is the enol form. And this type of this phenomenon is the tautomerism in
അസറ്റോസിറ്റിക് എസ്റ്റർ. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇതിപ്പോ ചരിത്രമൊക്കെ പറഞ്ഞവരോട് പറയുന്നുണ്ട്, ഈ കോമ്പൗണ്ട് അസറ്റോസിറ്റിക് എസ്റ്റർ രണ്ടാണ് ഉണ്ടാക്കിയിട്ട് രണ്ട് സ്ട്രക്ചറാണ് അതിന് ശരിക്കും പറഞ്ഞാല് പ്രപ്പോസ് ചെയ്തു. ഒരു കോമ്പൗണ്ട് ആക്കി അതിന്റെ സ്ട്രക്ചർ ഒക്കെ എന്താക്കിയാണ് പ്രപ്പോസ് ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, വേറെ ഗ്രൂപ്പ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. കാരണം എന്താണ്, ഇത് നമ്മൾ ഈ സാധനം എടുത്ത് ഇക്വിലിബ്രിയം മിക്സ്ചർ, സോ ദാറ്റ് ബോത്ത് ഫോംസ് വിൽ ബി ദർ ഇൻ ദാറ്റ് മിക്സ്ചർ, so that it will give reactions of this one as well as the reaction of this one. ഈ കോമ്പൗണ്ട് ഇതിപ്പോ നമ്മള് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അസറ്റോസിറ്റിക് എസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറെ മോളിക്യൂൾസ് ഇങ്ങനെ ഉണ്ടാവും, കുറെ മോളിക്യൂൾസ് ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലാക്കും? നമ്മുടെ റെസൊണൻസ് പോലെയല്ല, റെസൊണൻസിന് രണ്ടും ഇല്ല, വേറെ എന്തോ ആണ് സ്ട്രക്ചർ. ഇത് അങ്ങനെയല്ല, രണ്ടും ഉണ്ട്, വ്യത്യസ്ത ഫോമാണ്. വളരെ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടിനെ ഉണ്ടാക്കി എടുക്കാനൊക്കെ മാർഗങ്ങളുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഓഫ് കോഴ്സ്. എനിവേ, അതുകൊണ്ട് എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും, ഇതിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും. കാരണം അതിൽ ഇതുണ്ട്, ഇതുണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ പ്രോപ്പർട്ടി ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി ഓഫ് എ അൺസാച്ചുറേറ്റഡ് ഓർ ആൻ olefin. It will give addition reaction with bromine. നമ്മൾ ഇതിലേക്ക് ബ്രോമിൻ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ബ്രോമിൻ ഡീ കളർ ചെയ്യും. അതൊരു റിയാക്ഷൻ ആണ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇഫ് യു ആഡ് bromine water, the color of bromine will disappear because bromine will be added here. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? If you make it react with the metallic soda, you can see that it will give it will evolve hydrogen. ഇതിലേക്ക് സോഡിയം ചേർത്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. കാരണം എന്താണ്, OH ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. അതേ സമയത്ത് തന്നെ അത് കീറ്റോണിന്റെ റിയാക്ഷൻ തരും. കീറ്റോണിന്റെ റിയാക്ഷൻ നമുക്കറിയാം. എന്താണ് കീറ്റോണിന്റെ റിയാക്ഷൻസ്? പ്രധാന ടിപ്പിക്കൽ റിയാക്ഷൻ കണ്ടൻസേഷൻ റിയാക്ഷൻസ് വിത്ത് ഹൈഡ്രോസിറാമിൻ, ഹൈഡ്രജൻ സയനൈഡ്, സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ റിയാക്ഷൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ തരും ആര്? അസറ്റോസിറ്റിക് എസ്റ്റർ. ഒരേ സമയത്ത് കീറ്റോണിന്റെ റിയാക്ഷൻ തരും, അതിന്റെ കൂടെ തന്നെ ആൽക്കഹോളിന്റെ റിയാക്ഷൻ തരും, അതിന്റെ കൂടെ തന്നെ ഡബിൾ ബോണ്ട്, ഇതെല്ലാം ഇത് തരും. അതാണ് അതിന്റെ പ്രത്യേകത. It will give the reactions of a double bonded compound. Typical reactions are addition reactions. It will give reactions of alcohols. Say evolution of a hydrogen with the reaction with sodium. Metallic sodium ചേർക്കുമ്പോൾ hydrogen gas evolve ചെയ്യും. Effervescence കാണാം. അതേ സമയത്ത് you can see that it will give reactions of ketones. ഓക്കെ, ഇപ്പോഴത്തെ സംഭവം. അപ്പോ ഒരു ഇവർ പറഞ്ഞ ഇതാ സ്ട്രക്ചർ, കാരണം ഈ പ്രോപ്പർട്ടി അതും കിട്ടുന്നത്. പിന്നെ മൂന്നാമതൊരു കക്ഷിയാണ് നോർ എന്ന് പറഞ്ഞ ആളാണ്, KNORR. കേട്ടിട്ടുണ്ടാവും. അദ്ദേഹമാണ് ഇതിന്റെ ഈ പറഞ്ഞ ടോട്ടോമർസ് ആണ് ഫിനോമിന. ഈ രണ്ടാളും ഇതിൽ തന്നെ ഉണ്ട്, രണ്ട് ഫോമും ഉണ്ട്. ഈ രണ്ട് ഫോമും എന്തിലാണ്? ഒരു ഇക്വിലിബ്രിയത്തിലാണ്. വൺ ഫോം ക്യാൻ ഈസിലി ബി കൺവേർട്ടഡ് ഇൻടു ദി അതർ. And if you try to remove one form, the other form will automatically be converted into the other form, so that the proportion is maintained. ഇത് 90:1 അല്ലെങ്കിൽ 99:1 അല്ലെങ്കിൽ 10:90 അല്ലെങ്കിൽ 5:6 എത്രയെങ്കിലും ആയിക്കോട്ടെ, ആ ഫോം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഫോം മറ്റേ ഫോമിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ഏതെങ്കിലും ഒരു ഫോം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ടോട്ടോമർസെമിൻ അസറ്റോസിറ്റിക് എസ്റ്റർ. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. ഈ ചാപ്റ്റർ ഇതോടുകൂടി തീരുവാണ്. നമ്മുടെ 5th സെമ്മിന്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഈ യൂണിറ്റും തീർന്ന് ഇപ്പോൾ തന്നെയൊന്നുമില്ല. നമുക്ക് അടുത്ത സെമസ്റ്റർ ക്ലാസ്സിലേക്ക് ഉടനെ കടക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ.